പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി ഗദരദേശത്തേക്ക് യാത്രയാകുന്ന ഒരു യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് യേശുവും ശിഷ്യന്മാരും കൂടെ യാത്രയാകുന്നു. ആ യാത്ര അല്പം മുന്നോട്ടെത്തിയപ്പോൾ ഒരു അസാധാരണമായ ചുഴലിക്കാറ്റ് ആ പടകിന് നേരെ ആഞ്ഞടിക്കുന്നു. തിര അടിച്ചു കയറുന്നു, കാറ്റ് ശക്തമാകുന്നു. ശിഷ്യന്മാർ അവരുടെ കഴിവിൻ്റെ പരമാവധി പടകിനെ നിയന്ത്രിക്കാൻ നോക്കിയിട്ടും അവരെ കൊണ്ട് കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം. നമുക്കറിയാം, യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷവും, അല്പം കൂടെ വ്യക്തമാക്കിയാൽ 7 പേരും മുക്കുവന്മാരാണ്, കടലുമായി ബന്ധപ്പെട്ടവരാണ്. അവർക്ക് നന്നായി നിയന്ത്രിക്കാൻ അറിയാമെങ്കിലും ആ പ്രത്യേക സാഹചര്യത്തിൽ അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത, അവരുടെ കൺട്രോളിനപ്പുറമായി ഒരു തിരമാലയാണ് ആഞ്ഞടിച്ചത്. ഈ സമയത്ത് ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ആ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു ഭാഗമുണ്ട്. യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. അവരവരുടെ കഴിവിൻ്റെ മാക്സിമം ശ്രമിച്ചതിന് ശേഷം നമ്മൾ ആ പാടെ കാണുന്ന ഇങ്ങനെയാണ്: അവർ യേശുവിനെ ഉണർത്തി. യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് യേശുവിനോട് ചോദിക്കുന്നത്. യേശുവേ, അങ്ങ് വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്, അങ്ങയുടെ വാക്ക് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ നശിപ്പിക്കാനാണോ? ഞങ്ങളെ ഇല്ലാതാക്കാനാണോ? ഈ യാത്ര എന്നൊരു ധ്വനി ആ ചോദ്യത്തിൽ വരുന്നുണ്ട്. യേശു കർത്താവ് പെട്ടെന്ന്, നമുക്കറിയാം, ആ ഭാഗത്ത് കാണുന്ന ഇങ്ങനെയാണ്: യേശു എഴുന്നേറ്റ് കടലിനെ ശാന്തമാക്കി, കാറ്റിനെ ശാസിച്ചു, അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. കാറ്റും കടലും വളരെ വേഗത്തിൽ യേശുവിനെ അനുസരിച്ചു, ശാന്തമായി. യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ? നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? യേശു ചോദിച്ച ചോദ്യത്തിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ: ഞാൻ ഈ പടകിലില്ലായിരുന്നു. ഞാനുള്ള പടകിൽ നിങ്ങളെന്തിനാ ഇത്രയും ടെൻഷനായ കാര്യം? ഞാനിവിടെ ഉള്ളപ്പം ഞാൻ ആ സകലത്തിൻ്റെ സൃഷ്ടിതാവ്. ഈ കാറ്റും തിരമാലയും ഇതൊക്കെ എൻ്റെ സൃഷ്ടികളാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ കേൾക്കും. ശിഷ്യന്മാർ അവർക്കൊരു കാര്യം മനസ്സിലായി: യേശു കൂടുണ്ടായിട്ടും ഞങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു പറയുന്നൊരു വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾക്കൊരു കാര്യം ബോധ്യം വരണം, ഞാൻ പടകിലുണ്ടെങ്കിൽ, ഞാൻ കൂടുണ്ടെങ്കിൽ, സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു യേശുവാണ് എൻ്റെ കൂടെയെങ്കിൽ ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആകുലരാകുന്നതിൻ്റെ കാരണം യേശു കൂടില്ലാഞ്ഞിട്ടല്ല, യേശു കൂടുണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളുടെ ജീവിത പടകിൽ അങ്ങ് കൂടുണ്ട്. ഇത് ഞങ്ങൾക്കറിയാമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ബോധ്യം നഷ്ടപ്പെട്ട് ഈ ശിഷ്യന്മാരെ പോലെ ഞങ്ങളും നിലവിളിച്ചു പോകുന്ന അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു: യേശു കൂടെ ഇല്ലാത്തതല്ല, യേശു കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുന്നതാണ് പലപ്പോഴും നമ്മളെ ആകുലചിതരാകുന്നത്. വലിയവനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കൂടെയുള്ള യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.